ഹലോ ഡിഫറൻസ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേ ഒപ്റ്റിക്സിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറിയതും ഏറ്റവും ലെങ്തി ഡെറിവേഷനുമായിട്ടുള്ള റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്ന വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഈ ഒരു ഡെറിവേഷൻ നമ്മുടെ ക്രിസ്മസ് എക്സാമിനായിക്കോട്ടെ, മോഡൽ എക്സാമിനായിക്കോട്ടെ, നമ്മുടെ പബ്ലിക് എക്സാമിനായിക്കോട്ടെ 5 മാർക്കിന് ഷുവറായിട്ട് എല്ലാ വർഷവും നിരന്തരം ചോദിച്ച് കണ്ടുവരുന്ന ഒരു തരം വലിയൊരു ഡെറിവേഷൻ തന്നെയാണ് ഈ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്ന ഡെറിവേഷൻ. റേ ഒപ്റ്റിക്സിലെ ഏറ്റവും വലിയ ഡെറിവേഷനാണിത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ നോക്കാതെയോ പഠിക്കാതെയോ പോകരുത്. കാരണം മാർക്ക് നഷ്ടമാകാൻ ഈ ഡെറിവേഷന് നിങ്ങളെക്കൊണ്ട് മാർക്ക് നഷ്ടപ്പെടുത്താൻ ഈ ഡെറിവേഷന് സാധിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെറിവേഷൻ തന്നെയാണ് ഈ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്ന് പറയുന്നത്. ഓക്കെ, റേ ഒപ്റ്റിക്സിൽ വേറെ എന്ത് ചോദിച്ചില്ലെങ്കിലും ഈ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്തായാലും ചോദിക്കുന്നുള്ള ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഡെറിവേഷനെ നമുക്ക് സ്റ്റാർ ഇട്ട് വയ്ക്കുക അല്ലേ. യെസ്, വി ആർ സ്റ്റാറിങ് ദ ഡെറിവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകാതിരിക്കരുത്, എന്തായാലും പഠിച്ചിട്ട് പോവാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെറിവേഷനിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. ഓക്കെ, ഈ ഒരു ഫിഗറാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഫിഗർ ആദ്യം തന്നെ നമുക്ക് സൂം ചെയ്യാം. ഓക്കെ, നോക്കുക. നമുക്ക് ഇവിടെ ക്ലിയറായി കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത് നമുക്ക് ആദ്യം തന്നെ ഇമേജ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പ്രിസമാണ്. ഓക്കെ, വി ആർ ടേക്കൺ എ പ്രിസം. നമ്മളൊരു പ്രിസമാണ് ഇവിടെ എന്തിരിക്കണം, യെസ്, എടുത്തിരിക്കണം. ഓക്കെ, ഈ ഒരു പ്രിസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു പ്രിസത്തിന് എന്തുണ്ട്, യെസ്, ഈ ഒരു പ്രിസത്തിൽ കൂടെ എന്ത് പോകുന്നുണ്ട്, ഒരു ലൈറ്റ് റേ ഇങ്ങനെ കിടന്നു പോകുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് റേ ഈസ് പാസിങ്. ഓക്കെ, അപ്പോൾ ഒരു ലൈറ്റ് റേ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രിസത്തിൽ കൂടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിസത്തിന് നമ്മൾ പേരിട്ടിരിക്കുകയാണ് ABC. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിസത്തിൽ കൂടെ ഒരു റേ ഓഫ് ലൈറ്റ് കടന്നുമുണ്ട്. ആ ഒരു റേ ഓഫ് ലൈറ്റ് കടന്നു പോകുന്നതിൻ്റെ ഇൻസിഡൻ്റ് ആംഗിൾ I എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ആംഗിൾ, ഈ ഒരു റേ കടന്നു പോകുന്ന, അതായത് പ്രിസത്തിന് ഉള്ളിൽ കൂടെ കടന്നു പോയി, ആ ഒരു റേനെ നമ്മൾ എമർജിങ് ആംഗിൾ എന്നും വിളിച്ചു. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇനി നോക്കൂ, നമ്മൾ ഇതുമായിട്ട്, അതായത് ഈ ഒരു റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന പോലെ നമ്മളൊരു ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു ലൈന്, ഇനി അടുത്തത് ഇമേർജൻ്റ് റേ, അതായത് ഈ ഒരു റേ കടന്നു പോകുന്നുണ്ട്, ആ ഒരു റേയുടെയും ബാക്കിൽ കൂടെ ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, റെഡി, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആംഗിൾ കിട്ടും ഈ ഒരു ഭാഗത്ത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വരച്ച് തന്നെ നോക്കാം അല്ലേ. യെസ്, വരച്ച് തന്നെ നോക്കാം. നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കണം, വരച്ച് തന്നെ നോക്കാം അല്ലേ. യെസ്, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ ഇരുന്നു. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റാർ ആദ്യം വായിക്കാം. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ പ്രിസമാണ്. ഓക്കെ, ഈ പ്രിസം നമ്മൾ ട്രയാങ്കിളാണ്, ആ ട്രയാങ്കിൾ നമ്മളെടുത്തു, നമ്മളിങ്ങനെ വരച്ചു. ഓക്കെ, ഇത് നമ്മുടെ പ്രിസം. ഓക്കെ, ഈ പ്രിസത്തിൽ കൂടെ ആര് കടന്നു പോകുന്നുണ്ട്, യെസ്, നമ്മുടെ ഒരു ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. ആ ലൈറ്റിനെ നമ്മൾ വൈറ്റ് കൊടുത്തു, ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, റെഡി. ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് ലൈറ്റൊന്നും മുട്ടിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല, മതി. ഓക്കെ, ലൈറ്റ് ഇങ്ങനെ കിടന്നു പോകുന്നുണ്ട്. ആ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, ഇതങ്ങനെ ബെൻഡും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ബെൻഡും ചെയ്യുന്നുണ്ട്, ഇതങ്ങനെ. ഓക്കെ, ബെൻഡ് ചെയ്തു. ഓക്കെ, ഇനി അതെന്ത് ചെയ്തു, തിരിച്ചും പോയി. ഇങ്ങനെ ഇതെങ്ങനെ തിരിച്ചും പോയി. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗത്ത് നമ്മൾ
രണ്ട് നോർമൽ വരയ്ക്കുക, നോർമലുകൾ. ഓക്കെ, നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ലൈൻസ്. ഓക്കെ, രണ്ട് നോർമൽസ് വരയ്ക്കുകയാണ്. ഒന്നും നമ്മൾ ഇങ്ങനെ ഒരു നോർമൽ വരച്ചു, അത് ഞാൻ എന്താ ഇവിടെ വെച്ചു. ഇനി അടുത്തൊരു നോർമൽ ഒന്നും കൂടി എടുത്തു വരച്ചു. അതെന്താണ്, ഇങ്ങനെ ഒരു നോർമൽ ഞാൻ വരച്ചു. ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു നോർമലിനെ ഒന്നും കൂടി കൂട്ടി വരയ്ക്കാൻ വേണ്ടി ഞാൻ എന്തങ്ങനെ, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ആരോ ഇങ്ങനെ വരച്ചു. ഇത് ഒന്നും കൂടി ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ കൊടുത്തു കേട്ടോ. ഓക്കെ, റെഡി, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു ആംഗിൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ ഇൻസിഡൻ്റ് ആംഗിൾ അല്ലേ, ആണല്ലോ. യെസ്. ഇനി ഈ ആംഗിൾ എന്താണ്, എമർജൻ്റ് ആംഗിൾ. ഓക്കെ, ഇനി ഈ ഒരു ഇൻസിഡൻ്റ് റേ കടന്നു പോകുന്നുണ്ടാവും. നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഇൻസിഡൻ്റ് ആംഗിൾ. ഇമർജൻ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ഇമർജൻ്റ് ആംഗിൾ, ഇ എന്ന് വിളിക്കും. ഓക്കെ, കുഴപ്പമില്ല. യെസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുക വെച്ചാൽ, ഈ ഒരു ഇൻസിഡൻ്റ് റേ ഉണ്ടല്ലോ, ഈ ഇൻസിഡൻ്റ് റേനെ നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, യെസ്, ഇങ്ങനെയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇമർജൻ്റ് റേയും കൂടി എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡും ചെയ്തു. ഓക്കെ, റെഡി. ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിൾ കണ്ടോ, ഈ ഒരു ആംഗിൾ ശ്രദ്ധിച്ചോ. ഇവനെയാണ് നമ്മൾ ഡെൽറ്റ എന്നുകൊണ്ട് സൂചിപ്പിക്കുക. ഡെൽറ്റ, ദാറ്റ് ഈസ് ഇതിനെയാണ് നമ്മൾ, ഡെൽറ്റയാണ് നമ്മൾ ഡീവിയേഷൻ, മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ നമ്മൾ വിളിക്കും ഈ ഡെൽറ്റയെ. ഓക്കെ, ഡെൽറ്റ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ല, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാലോ, ഡെൽറ്റ ഈസ് നോൺ ആസ് എന്ത്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഡെൽറ്റ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, നമ്മളങ്ങനെ കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു പരിപാടി എന്താ വെച്ചാൽ, നമ്മളിതാ ഇവിടെ ഈ ഒരു ആംഗിൾ എടുത്തു, ഈ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ആംഗിൾ. അതിന് മുമ്പ് ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിൾ, ഇതിനെ നമ്മൾ R1 എന്ന് കൊടുത്തു. ഈ ഒരു ആംഗിളിനെ നമ്മൾ R2 എന്നും കൊടുത്തു. ഓക്കെ, അടി, കുഴപ്പമില്ല. യെസ്, മൊത്തത്തിലുള്ള പ്രിസം നമ്മൾ A, B, C എന്ന് കൊടുത്തു. ഇനി C എന്ന് കൊടുത്തു കേട്ടോ, A, B, C എന്ന് കൊടുത്തു. ഇവിടെ C, അയ്യോ, ഓക്കെ, A, B, C എന്ന് കൊടുത്തു. C ഒന്നും കൂടി നന്നായി വരയ്ക്കുക, C. ഓക്കെ, ഇനി ഈ ഒരു ഭാഗം ഇവനെ M എന്ന് കൊടുത്തു, ഇവനെ N എന്നും കൊടുത്തു. നോ പ്രോബ്ലം. യെസ്. ഇനി അടുത്തതായി നോക്കേണ്ട ഈ ആംഗിൾ എന്താണെന്നാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ടോട്ടലായിട്ട് I ആണ്. ഓക്കെ, ഇവൻ ടോട്ടലായിട്ട് I ആണ്. ഇവൻ R1 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ Iന്ന് R1 കുറച്ചാൽ കിട്ടില്ലേ, കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ വരച്ചു, അപ്പോൾ നമ്മൾ എഴുതി, എങ്ങനെ എഴുതി, ഓക്കെ, I മൈനസ് R1, ഇത് ഒരാംഗിൾ. ഇനി അടുത്ത ആൾ ഇതേപോലെ, ഇത് E ആണ്, ടോട്ടൽ ആംഗിൾ E ആണ്. അതിന് നമ്മൾ R2 കുറച്ചു, അപ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയായിരിക്കും, E മൈനസ് R2 എന്ന് കിട്ടും. ഓക്കെ, റെഡി, നോ പ്രോബ്ലം. യെസ്. ഇനി നമുക്ക്
ഈ ഒരു ആംഗിളിനെ ഇവനെ ഞാൻ ക്യൂ എന്നും വിളിച്ചു, ഇവനെ ഞാൻ ആർ എന്നും വിളിച്ചു. റെഡി? ഒരു കുഴപ്പമില്ല. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ, യെസ്. അയ്യോ, അതെങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കുക? ഫുൾ, ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഫിഗർ ഇങ്ങനെ കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്നും കൂടി വൃത്തിയായി ഞാനൊന്ന് ഒതുക്കി വെച്ചു. ഓക്കെ. അയ്യോ, അങ്ങനെയല്ലല്ലോ, ഇവനോട് ഇരിക്കട്ടെ. ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക? ഇവനെ മാത്രം ഇങ്ങനെ എടുത്തു കേട്ടോ. ഓക്കെ, ഇവനെ മാത്രം ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇവനെ മാത്രം ഇങ്ങനെ എടുത്തു. മാത്രം വന്നോ? യെസ്, വന്നു. ഓക്കെ, ഇനി ഇവനെ ഞാൻ ഇവിടെ വെച്ചു വൃത്തിയായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ആംഗിളാണ്, ഒരു ക്വാഡ്രിലേറ്ററിലാണ് AQNR എന്ന് പറയുന്നത്. ഓക്കെ, AQNR ഈസ് എ ക്വാഡ്രിലേറ്റർ. അതായത് ഇതൊരു ക്വാഡ്രിലേറ്ററിലല്ലേ. അപ്പോൾ അതിനെ ആദ്യം നമ്മൾ AQNRൻ്റെ കേസിൽ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ക്വാഡ്രിലേറ്ററൽ AQNR നമ്മൾ എടുത്തു. ഓക്കെ, ഇതിൽ ആംഗിൾ എയും ആംഗിൾ ക്യൂ, ആംഗിൾ എന്നും ആംഗിൾ ആറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടുമല്ലോ. അതാണല്ലോ ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ടോട്ടൽ ആംഗിൾ. യെസ്. അപ്പോൾ ഇതിന് നമ്മൾ എ തന്നെ നമ്മളെടുത്തു. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ക്യൂ ഉണ്ടോ? ഇതല്ലേ ആംഗിൾ ക്യൂ? ഇതൊരു 90 ഡിഗ്രി അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആംഗിൾ ക്യൂ 90 ഡിഗ്രി ആയിട്ട് നമ്മൾ എടുക്കുന്നു. അതെ, 90 ഡിഗ്രി ആണ് കേട്ടോ. ഓക്കെ, ആംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എൻ പ്ലസ് ആംഗിൾ ആർ എത്രയാണ്? അതും 90 ഡിഗ്രി തന്നെയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആംഗിൾ ക്യൂ ആംഗിൾ എൻ 90 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 നമ്മൾ എഴുതി. ഓക്കെ, ഇനി ആംഗിൾ എ, ആംഗിൾ എ, അയ്യോ ഒന്നും കൂടി പോയി, ഓക്കെ, ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ പ്ലസ് ഇവിടെ 90 രണ്ടെണ്ണം ഉണ്ട് അല്ലേ? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടി. 180 ഇസ് ഈക്വൽ ടു 360. ഓക്കെ, ഇനി ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഇസ് ഈക്വൽ ടു 360 മൈനസ് 180 ആണല്ലോ. അപ്പോൾ എത്ര കിട്ടി? 180 എന്ന് കിട്ടി. ഓക്കെ, നോ പ്രോബ്ലം. ഇതിനെ ഞാൻ പെട്ടിയിലിട്ട് വെച്ചു. ഈ പെട്ടിയിലിട്ട് വെക്കണം, ഇതല്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇതിനെ ഞാൻ ഇക്വേഷൻ ഫസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിനെ ഞാൻ ഹോളായിട്ട് ഒരു ബോക്സിലിട്ട് വെച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒരു ട്രയാങ്കിളിനെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ട്രയാങ്കിളാണ് QNR എന്ന് പറയുന്നത്. ഓക്കെ, ട്രയാങ്കിൾ QNR. ഓക്കെ, ട്രയാങ്കിൾ QNR ആണ്. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ QNRനെ എടുക്കുകയാണ്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രയാങ്കിൾ QNR. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, QNR നമ്മളെടുത്തു. ഇനി ഇതിൽ നമ്മൾ നോക്കി, ഇതിൽ നമ്മൾ 3 ആംഗിൾസിനെയും കൂടി കൂട്ടുകയാണ്. ഓക്കെ, അതായത് R1 പ്ലസ്
R2 പ്ലസ് എൻ ഇസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ എത്ര 180 അല്ലേ? അപ്പോൾ നമ്മൾ 180 എന്ന് കൊടുത്തു. സോ ഇതിൽ R1 ഇതിൽ നോക്കോ, ഇത് ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ പെട്ടിയിലിട്ട് വയ്ക്കുന്നു. ഓക്കെ, പെട്ടിയിലിട്ട് വയ്ക്കുന്നു. റെഡി, കുഴപ്പമില്ല. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ ഇക്വേഷൻ ഫസ്റ്റ്, ഇതിന് ഇക്വേഷൻ സെക്കൻഡ് കൊടുത്തു കേട്ടോ, ഇക്വേഷൻ സെക്കൻഡ്. ഇനി നമ്മൾ ഇക്വേഷൻ ഫസ്റ്റും ഇക്വേഷൻ സെക്കൻഡും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഫസ്റ്റും ഇക്വേഷൻ സെക്കൻഡും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിൻ്റെ സ്ഥാനത്ത് n തന്നെയുണ്ട്, 180യുടെ സ്ഥാനത്ത് 180 തന്നെയുണ്ട്. അപ്പോൾ എ ഇതാണെങ്കിൽ R1 പ്ലസ് R2 ഇതാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 എന്ന്. ഓക്കെ, ഇക്വേറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കൂടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കിട്ടും. ഫ്രം ഇക്വേഷൻ 1 and 2 we get A is equal to R1 plus R2. ഓക്കെ, യെസ്, ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ അടുത്ത പെട്ടിയിലിട്ട് വെച്ചു. റെഡി, നോ പ്രോബ്ലം. യെസ്, ഇത് അടുത്ത പെട്ടി. ഓക്കെ, റെഡി, നോ പ്രോബ്ലം. യെസ്, നമുക്ക് ഇങ്ങനെ 2 ആൾക്കാരെ കിട്ടി. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന വേറൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ QMR. ഇതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താ പറഞ്ഞാൽ നോക്കോ, നമ്മൾ കഴിഞ്ഞ റേപ്റ്റിക്സിൻ്റെ വീഡിയോസിലും പഠിച്ചാണ്. നോക്കോ, ഇത് ഒരു ട്രയാങ്കിളാണ്. ഇതിന് ഈ ഒരു സൈഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ ഞാൻ സപ്പോസ് C ആണ് വെച്ചോ. ഇവിടെ ഒരു ആംഗിൾ എയും ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ബിയും ഉണ്ട്. ഈ C എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോ, അത് എനെയും ബിനെയും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ്. ഇതേ കേസ് തന്നെയല്ലേ നമുക്കിവിടെ QMRലും സംഭവിച്ചിരിക്കണം. അതായത് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇത് ട്രയാങ്കിൾ QMR ആണ്. ഇത് നമ്മുടെ ട്രയാങ്കിൾ QMR ആണ്. ഓക്കെ, അതിൽ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളൊരു ആംഗിൾ വരച്ചു. ആ ആംഗിൾ ആ ഒരു സൈഡ് കേട്ടോ എക്സ്റ്റെൻഡ് ചെയ്ത്, ആ സൈഡിലുള്ള ആംഗിളാണ് നമ്മൾ ഡെൽറ്റ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എടുത്ത്. ഓക്കെ, അത് അവിടെയുണ്ട്. ഇനി വേറെ 2 ആംഗിളും കൂടിയുണ്ട്. അതാണ് I-R1 E-R2. ഇനി ഇത് C ആണ്, ഇത് എയും ബിയും ആണ്. സോ C ഈസ് ഈക്വൽ ടു A പ്ലസ് ബി ആണ് പറയുക. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ 2 ആംഗിളിൻ്റെയും കൂടി സമ്മല്ലേ? അല്ലേ? ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അതിങ്ങനെ ഇരിക്കട്ടെ, നോ പ്രോബ്ലം. ഓക്കെ 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 ഇനി നമ്മൾ അടുത്ത പേജിൽ നമ്മൾ എഴുതുകയാണ്. ഈ ഒരു കേസ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ എഴുതുകയാണ്. ഇൻ ട്രയാങ്കിൾ QMR ഡെൽറ്റ ഇസ് ഈക്വൽ ടു ആദ്യത്തെ ആംഗിൾ ആരായിരുന്നു? I-R1 അല്ലേ? അപ്പോൾ I-R1 പ്ലസ് E-R2 രണ്ടാമത്തെ ആംഗിൾ അല്ലേ? നോക്കാലോ. അതെ, E-R2. ഓക്കെ 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 അപ്പോൾ നമ്മൾ ഐനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഐനെയും ഈനെയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു. ഒരു മൈനസ് കോമൺ എടുത്തു. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ വരുന്ന ആൾക്കാർ R1 പ്ലസ് R2 എന്നായിരിക്കും. ഓക്കെ, ഇനി I പ്ലസ് ഇ മൈനസ് നമ്മൾ R1 പ്ലസ് R2 ആരാണ്? നമ്മുടെ എ ആണ്. ആംഗിൾ എ ആണ് R1 പ്ലസ് R2. അപ്പോൾ നമുക്ക് R1 പ്ലസ് R2ൻ്റെ സ്ഥാനത്ത് എ എന്ന് എഴുതാമല്ലോ. ഓക്കെ,
നമുക്ക് എഴുതിക്കൂടെ? എഴുതാലോ. യെസ്. അപ്പോൾ നമ്മളിവിടെ എ എന്ന് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എ. നമുക്കിങ്ങനെ കിട്ടില്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പെട്ടിയിലിത് ഇട്ട് വെച്ചു. ഓക്കെ. യെസ്. ഇനി നമ്മൾ അടുത്തൊരു കേസ് എടുക്കാൻ പോവാണ്. ഡെൽറ്റ ഡി മിനിമം ആകുമ്പോൾ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആകുമ്പോൾ സംഭവിക്കണ ഒരു കാര്യങ്ങൾ കുറച്ചുണ്ട്. അതായത് ഇൻസിഡൻ്റ് ആംഗിൾ ഇമർജൻ്റ് ആംഗിൾ ഈക്വലാവും, R1ഉം R2യും ഈക്വലാവും. അതിന് സപ്പോസ് നമ്മൾ 6 തന്നെ വിളിച്ചു രണ്ടെണ്ണത്തിന്. ഓക്കെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പെട്ടിയിലിട്ട് വെച്ചു. ഓക്കെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു തരം ഗ്രാഫാണ് ഈ ഒരു ഗ്രാഫ്. ഓക്കെ. ഈ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ. അപ്പോൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനും, അതായത് ആംഗിൾ ഓഫ് ഡീവിയേഷനും ഈ ഒരു ഡെൽറ്റ നമുക്ക് ഡി മിനിമം ആവുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം ഗ്രാഫാണ് ഇങ്ങനെ ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഐയും ഇയൊക്കെ ഈ ഒരു കേസിൽ ഈക്വലാണ്. ഓക്കെ. അതായത് ഈ ഒരു ആംഗിളും ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ്റെ കേസിൽ ഈക്വലാണ്. ഓക്കെ. യെസ്. ഇത് ഇങ്ങനെ തന്നെ വെച്ചു. ഓക്കെ. ഇതിങ്ങനെ വെച്ചു. ഓക്കെ. ഇനി നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഇക്വേഷൻ ഞാൻ മാറ്റി. ഓക്കെ. ഈ ഇക്വേഷൻ ഞാൻ മാറ്റി. ഈ ഡെൽറ്റയ്ക്ക് പകരം ഞാൻ ഈ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതാം കേട്ടോ. ഡെൽറ്റയ്ക്ക് പകരം ഞാൻ ഡി മിനിമം എന്ന് എഴുതി. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയും ഇയും ഒക്കെ ഈക്വൽ ആണല്ലോ അല്ലേ? അപ്പോൾ ഐ പ്ലസ് ഇനെ ഞാൻ ഐ തന്നെ കൊടുത്തു മൈനസ്. ഇനി R1 പ്ലസ് R2 എ ആണ്, നമുക്കതറിയാം. ഓക്കെ. അപ്പോൾ നമ്മൾ എ എന്ന് ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടും ഡി മിനിമം ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഐ 2i മൈനസ് എ. ഓക്കെ. ഇനി ഇൻസിഡൻ്റ് ആംഗിൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡി മിനിമം പ്ലസ് എ ഇസ് ഈക്വൽ ടു 2i. ഓക്കെ. ഡി മിനിമം പ്ലസ് എ ഇസ് ഈക്വൽ ടു 2i. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഡി മിനിമം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി മിനിമം പ്ലസ് എ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതൊന്ന് ഇൻസിഡൻ്റ് ആംഗിൾ നമുക്ക് കിട്ടി. ഓക്കെ. ഇൻസിഡൻ്റ് ആംഗിൾ നമുക്ക് കിട്ടി. അടുത്ത് നമുക്ക് ആറാണ് വേണ്ടത്. ആറിൻ്റെ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതാണ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ആണെന്നറിയാം. R1ഉം R2 ഈക്വൽ അല്ലേ ഈ കേസിൽ? അപ്പോൾ R പ്ലസ് R നമ്മൾ എഴുതി, അതായത് 2R നമുക്ക് കിട്ടി. എ ഈസ് ഈക്വൽ ടു 2R അല്ലേ? അപ്പോൾ R ഈസ് ഈക്വൽ ടു എ ബൈ 2 കിട്ടി. അടുത്തത് നമ്മൾ പെട്ടിയിലിട്ട് വെച്ചു. ഓക്കെ. നോ പ്രോബ്ലം. യെസ്. ഇനി നമ്മൾ ഇവിടെ സ്നെൽസ് ലോ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ. ഇനി നമ്മൾ അപ്ലൈയിങ് സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്തു. സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്നെൽസ് ലോയുടെ ഇക്വേഷൻ അറിയാം. അതാണ് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1 അല്ലേ? ഇവിടെ N2നെ നമ്മൾ N ആയിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ N1 പ്രിസത്തിൻ്റെ പുറത്തുള്ള എയറാണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 N, N1 1. അപ്പോൾ N തന്നെ കിട്ടും. ഓക്കെ.
ഇനി സൈൻ ഓഫ് നമ്മൾ ഐ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആരാ അത്? അതാണ് ഡി മിനിമം പ്ലസ് എ ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടും ഡി മിനിമം പ്ലസ് എ ബൈ 2 ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ അത് എ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എണ്ണെന്ന് കിട്ടും അല്ലേ? യെസ്. ഇനി നമുക്ക് ഇങ്ങനെ കിട്ടി. ശരിക്കും ഇതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ ഈസ് ഈക്വൽ ടു സൈൻ ഡി മിനിമം പ്ലസ് എ ബൈ 2 ബൈ, അതിലേക്ക് വേണ്ട ഒരു കാര്യം ചെയ്യുക, അയ്യോ എന്താ ചെയ്ത്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ മെല്ലെ ഓക്കെ, ഇതിനെ നമ്മൾ വേണ്ട ഒരു കാര്യം ചെയ്യാം. ദാറ്റ് ഈസ് എൻ ഇസ് ഈക്വൽ ടു സൈൻ ഡി മിനിമം പ്ലസ് എ ബൈ 2 ബൈ സൈൻ എ ബൈ 2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, എങ്ങനെ നമ്മൾ ലൈറ്റ് റിഫ്രാക്ഷൻ ചെയ്യുന്നതിലൂടെയാണ് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ് സ്മാൾ ആംഗിൾസിൻ്റെ കേസിൽ. ഓക്കെ, സ്മാൾ ആംഗിൾസിൻ്റെ കേസിൽ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ നമുക്ക് എൻ ഇസ് ഈക്വൽ ടു സൈനും ഇല്ല, അപ്പോൾ ഡി മിനിമം പ്ലസ് എ ബൈ 2 ബൈ എ ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി മിനിമം ബൈ 2 പ്ലസ് എ ബൈ 2 ഡിവൈഡഡ് ബൈ എ ബൈ 2 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇങ്ങനെ തന്നെയല്ല നമുക്ക് വരിക, നോക്കാമല്ലോ. യെസ്, ഓക്കെ, ഇങ്ങനെ തന്നെയാണ് നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഉള്ളത് ഈ രണ്ട് 2ഉം, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുണ്ടല്ലോ, എങ്ങനെ ഈ 2 ഉണ്ടല്ലോ താഴെ, ഈ 2വിനെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. ഈ 2ഉം പോയി. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു ഡി മിനിമം പ്ലസ് എ ബൈ എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തും സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ എ പ്ലസ് എ ബൈ എ 1. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു ഡി മിനിമം ബൈ എ മൈനസ് പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ എൻ മൈനസ് 1 ഇസ് ഈക്വൽ ടു ഡി മിനിമം ബൈ എ ആണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എഴുതാം എൻ മൈനസ് 1 ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡി മിനിമം. ഓക്കെ, ഓക്കെ ശരി. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു കാര്യം ചെയ്യാം, ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതി
ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് കിട്ടും ഡി മിനിമം ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു എ എന്ന് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസത്തിൽ നമുക്ക് മെയിനായിട്ട് തന്നെ പഠിക്കാനുള്ളത്. ഓക്കെ, അത്യാവശ്യം ലെങ്തിയർ ഡെറിവേഷൻ തന്നെയാണ്, പക്ഷേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എല്ലാ വർഷവും ചോദിച്ച് കണ്ടുവരുന്ന ഇക്വേഷൻ ഒരു ഡെറിവേഷനാണ്. ഇത് നമുക്ക് വളരെ മനോഹരമായി തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നും കൂടി റീക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫിഗറാണ് നമ്മൾ ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ട്രയാങ്കിൾ ക്വാഡ്രിലേറ്റർ AQNR നോക്കി, QNR നോക്കി. അതിൽ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി A is equal to R1 + R2 എന്ന്. അതിനുശേഷം നമ്മൾ നോക്കി ട്രയാങ്കിൾ QMR. അതിൽ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു C is equal to A + B എന്നുള്ളൊരു സംഭവം നമ്മൾ നോക്കി ഈ ആംഗിൾ വെച്ചിട്ട്, ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട്. അപ്പോൾ ഡെൽറ്റ is equal to നമുക്ക് കിട്ടും I + E - A. ഓക്കെ, നമ്മൾ അടുത്തൊരു കേസ് എടുക്കുകയാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഡി മിനിമം ഇതിനോട് ഈക്വലാണ്. അപ്പോൾ IM ഈക്വൽ ആവുന്നു, R1 R2 ഈക്വൽ ആവുന്നു. അതിന് നമ്മൾ കോമൺ ആയിട്ട് R എന്ന് പേര് കൊടുക്കുന്നു. ഡി മിനിമം ഇനി ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതാണ്. അതായത് ഡി മിനിമം ഈസ് ഈക്വൽ ടു I + I - A. അപ്പോൾ I + I എന്ന് പറയുന്നത് 2I - A എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ എടുക്കുന്നു, അതാണ് ഡി മിനിമം + A/2. റിഫ്രാക്റ്റ് ആംഗിൾ എടുക്കുന്നു, അതാണ് A/2. കാരണം A is equal to R1 + R2 ആണെന്ന് നമുക്കറിയാം. R1 R2 R ആയിട്ട് എടുത്തു. അപ്പോൾ R + R എന്ന് പറഞ്ഞാൽ 2R. അപ്പോൾ A is equal to 2R ആണെങ്കിൽ R is equal to A/2 എന്നും നമുക്ക് കിട്ടും. ഇനി സ്നെൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതിൽ sin I / sin R is equal to N2/N1. N2 എന്ന് പറഞ്ഞാൽ N എടുത്തു, N1 എന്ന് പറഞ്ഞാൽ എയർ ആണ്, കാരണം അത് 1 ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, sin D minimum + A/2/A/2 അത് N ആണ്. അപ്പോൾ നമുക്ക് N സൈനിൻ്റെ രൂപത്തിൽ നമുക്ക് റിഫ്രാക്റ്റ് ഇൻഡെക്സ് നമുക്ക് കിട്ടുന്നു. sin തീറ്റയോട് ഈക്വലാണ്. സ്മാൾ ആംഗിൾസിൻ്റെ കേസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ D minimum is equal to n-1 ഇൻറ്റു A എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ റീക്യാപ്പിലും കൂടി നോക്കാനുള്ളത്. ഓക്കെ, ലെങ്തിയർ ഡെറിവേഷൻ തന്നെയാണ്, പക്ഷേ പഠിച്ച 5 മാർക്ക് നമ്മുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം. സോ അതുവരേക്കും താങ്ക് യു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പഠനം ആ ഒരു നിലവാരത്തിൽ നിന്നാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തെങ്കിലും വല്ല തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്. ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാം. സോ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.